നമസ്തേ. ഇന്ന് നമ്മളൊരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ രണ്ടുപേരുടെയും ഇടയിലുള്ള എനർജി എന്താണെന്നും എന്നെ കേൾക്കുന്ന ആളുടെ, എൻ്റെ വീഡിയോ വാച്ച് ചെയ്യുന്ന ആളുടെ എനർജി എന്താണെന്നും മറ്റേ ഭാഗത്തുള്ള നിങ്ങളുടെ പാർട്ട്ണറുടെ എനർജി എന്താണെന്നുള്ള 3 കാർഡുകളാണ് നമ്മളെടുത്തിരിക്കുന്നത്. ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങളൊരു ഫൈറ്റ് കഴിഞ്ഞ് നിൽക്കുന്ന ആൾക്കാരായിട്ടാണ് തോന്നുന്നത്. നിങ്ങളുടെ ഇടയിൽ എന്തിനൊക്കെയോ ഒരു ഫൈറ്റ് ഇപ്പോൾ നടന്നിട്ടുണ്ട്. ഒരു പ്രതിരോധിക്കേണ്ടതിനെ പ്രതിരോധിച്ചും വെല്ലുവിളികളും പലതുമായിട്ടുള്ളൊരു സമയം കഴിഞ്ഞതായിട്ടാണ് കാണുന്നത്. ഇദ്ദേഹത്തിനെ കാണാനറിയാം. പക്ഷേ ഈ കാർഡ് വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. വീണ്ടും ഒരു കൂട്ടായ്മ രൂപപ്പെടുത്താനും നിങ്ങൾ ആത്മവിശ്വാസത്തോടെ ഭാവിക്ക് വേണ്ടി നിലകൊള്ളാനും കൂടെ ഈ കാർഡ് പറയുന്നുണ്ട്. എങ്കിൽ നിങ്ങളുടെ എനർജി എന്താണ്? എന്നെ കാണുന്ന വ്യക്തിയുടെ എനർജി എന്താണെന്ന് നോക്കിയപ്പോൾ ആളാകെ കൺഫ്യൂഷനിലാണല്ലോ കാണുന്നത്. 7 ഓഫ് കപ്സ് ആണ് കാണുന്നത്. വിവിധങ്ങളായ വികാരങ്ങളെ ഇതിൽ ഏതാണ് ശരി, ഏതാണ് ഞാൻ തിരഞ്ഞെടുക്കേണ്ടതെന്നും ഇദ്ദേഹത്തിൻ്റെ ഈ ഡ്രസ്സിൻ്റെ കളറാണെങ്കിൽ പറയുന്നത് ഒരു സ്വന്തം ഒരു കൺഫ്യൂഷൻ, ദുഃഖം കൊണ്ട് ഒരു മതിഭ്രമം വന്നതുപോലെയാണ്. അതായത് നിങ്ങൾക്ക് ശരിയായ തീരുമാനം എടുക്കാൻ പറ്റാതെ എന്താണ് ശരി, എന്താ തെറ്റ്, എന്താ വേണ്ടത് എന്നൊരു കൺഫ്യൂഷനിലാണ്. അത് നിങ്ങളുടെ തെറ്റിദ്ധാരണയുടെ ഭാഗമായിട്ടാണ് ഈ പ്രശ്നങ്ങൾ അത്രയും ഉണ്ടായിരിക്കുന്നതെന്നാണ് കാണുന്നത്. അതുകൊണ്ട് യാഥാർത്ഥ്യത്തെ മുൻനിർത്തി ഒരു പടി മുന്നോട്ട് മാറി നിന്നിട്ട് ഒന്ന് ചിന്തിച്ച് ഉചിതമായ തീരുമാനങ്ങളെടുത്ത് സ്വയം ഈ ബന്ധം തുടർന്ന് പോകാനുള്ള ഒരു തീരുമാനം എടുക്കുന്നതാണ് ബുദ്ധി. കാരണം ഇതും പറയുന്നത് അത് തന്നെയാണ്. ഒരു കൂട്ടായ തീരുമാനം എടുത്തിട്ട് ശക്തമായിട്ട് മുന്നോട്ട് പോവുക. നിങ്ങളുടെ പാർട്ട്ണറുടെ എനർജി നോക്കൂ. ഏസ് ഓഫ് വാണ്ട്സ് എന്ന് പറഞ്ഞാണ്. അദ്ദേഹം പുതിയതായി വീണ്ടും ശക്തമായി തന്നെ മുന്നോട്ട് വന്ന് വേണ്ട കാര്യങ്ങൾ ചെയ്ത് മുന്നേറാൻ നമുക്ക് നല്ല ഫലഭൂയിഷ്ടമായ സ്ഥലമാണ്. ഇവിടെ ഒരു കാസിൽ കാണുന്നുണ്ട്. അതായത് നിങ്ങളുടെ ഫ്യൂച്ചർ നല്ലതാണ്. ഇടയ്ക്കിടയ്ക്ക് കലഹം ഉണ്ടാവുന്ന നല്ലത് തന്നെ, എങ്കിലും ഇതാണ് ഇപ്പോഴത്തെ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് റെസനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ട്രിപ്ലേറ്റ് ഐ ക്ലെയിം ദിസ് എനർജി എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് അയയ്ക്കുക. പിന്നെ ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്.